പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരവെ ഇറാൻ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നേതാക്കൾക്ക് സംസാരിക്കാൻ താൽപര്യമുണ്ട്, അത് താൻ അംഗീകരിക്കുന്നുവെന്നും ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇറാൻ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായി അമേരിക്ക. 5 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. എന്നാൽ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത അമേരിക്ക നിഷേധിക്കുകയാണ്. 4 മിസൈലുകൾ വിമാനവാഹിനി കപ്പലിൽ പതിച്ചുവെന്നും അമേരിക്കയുടെ ആളില്ലാ വിമാനം വെടിവെച്ചിട്ടുവെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേലിലെ ബെയ്ത്ത് ഷെമേസിൽ നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം തുടരുകയാണ്. അബുദാബിയിലെ അൽ സലാം നേവൽ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് സേനയുടെ താവളത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് UAE വ്യക്തമാക്കി. അതിനിടെ സൗദിയിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം നടന്നു. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി സൗദി വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ നേതൃത്വം സൗദി കിരീടാവകാശിയുമായി സംസാരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഫൈസൽ ഹംസ, ആദിൽ പാലോട്, സജോ ദേവസ്യ, നോബൽ മാരിക്കാരൻ, എസ് രഞ്ജിത്ത് എന്നിവർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം ആദിൽ പാലോടിലേക്കാണ്. അതിൽ ശ്രദ്ധേയമായ 2 പ്രതികരണങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നു. ഒന്ന് ട്രംപിന്റേതാണ്. പുതിയ നേതൃത്വവുമായി ഇറാനിലെ നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാട് ട്രംപ് വിശദീകരിക്കുന്നു. ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് ഒമാൻ പ്രതികരിക്കുന്നു. ഈ വലിയ സംഘർഷത്തിനിടയിൽ, യുദ്ധത്തിനിടയിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ പോകുമോ, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള 2 പ്രതികരണങ്ങൾ ഈ മണിക്കൂറിൽ ശ്രദ്ധേയമാകുന്നു? അതിൽ പാലോട്. ഉറപ്പായും ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ യുദ്ധത്തിലും സംഘർഷത്തിലും ആശ്വാസത്തിന്റെ കണിക നൽകുന്ന പ്രതികരണങ്ങളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഒപ്പം ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയവും നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒമാന്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രതികരണം വന്നത്. നേരത്തെ നമുക്ക് അറിയുന്നത് പോലെ ഇറാനും US-ഉം തമ്മിലുള്ള നേരത്തെ മുതലുള്ള തർക്കം അത് ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തർക്കത്തിലാണ് ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നിരുന്നത്. 3 ചർച്ചകൾ പൂർത്തിയാക്കി 4ാമത്തെ ചർച്ച വിയന്നയിൽ നടക്കാനിരിക്കുകയാണ് ഒരു ആക്രമണം അപ്രതീക്ഷിതമായി ഇസ്രയേലിൽ നിന്നും ഇറാനിലേക്ക് വരുന്നതും സംഘർഷം കൂടുതൽ രൂക്ഷിതമാവുകയും ചെയ്തത്. ഇതിനിപ്പോൾ ഒമാന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം വരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക്, ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രൂപത്തിൽ ഒമാൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത് കൃത്യമായി ഇറാനുമായി സംസാരിച്ച ശേഷമാണ് പറയുന്നതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതിന് പിന്നാലെ ട്രംപിന്റെ പ്രതികരണവും വരികയാണ്. ഇറാനിലെ പുതിയ നേതാക്കൾക്ക്, ഖമേനി കഴിഞ്ഞിട്ടുള്ള അടുത്ത നേതാക്കൾക്ക് ചർച്ച നടത്താൻ താല്പര്യമുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ആ താല്പര്യം താൻ അംഗീകരിക്കുകയാണ് എന്ന് ട്രംപ് കൂടി പറഞ്ഞതോടെ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കാം. അപ്പോഴും വളരെ പ്രധാനം ശ്രീജിത്ത്, 9 ഇറാൻ യുദ്ധക്കപ്പലുകൾ തകർത്തു എന്ന് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നു. 2 രാജ്യങ്ങളും, US-ഉം ഇസ്രയേലും ഇറാനും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം ഇപ്പോഴും സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ താരതമ്യേന കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായതിനേക്കാൾ, കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായതിനേക്കാൾ സംഘർഷം കുറവാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. 9 ഇറാൻ യുദ്ധക്കപ്പലുകൾ തകർത്തു എന്ന് ട്രംപ് പറയുന്നു. ഇറാൻ നാവികസേന ആസ്ഥാനത്തിന് വൻ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് ട്രംപിന്റെ അവകാശവാദമുണ്ട്. മറുപടി ഇറാൻ പറയുന്നത് പ്രത്യാക്രമണത്തിന് പരിധി വെക്കാനാകില്ല എന്നുള്ളതാണ്. എപ്പോൾ നമ്മൾ തിരിച്ചടി നിർത്തുമെന്ന് പറയാനാകില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2 രാജ്യങ്ങളും അവകാശവാദങ്ങളുമായി ആവർത്തിച്ച് രംഗത്തെത്തുന്നതാണ് കാഴ്ച. അതിൽ ഇറാനിലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് അത് ട്രംപ് ഇങ്ങനെ അക്കമിട്ട് നിരത്തുന്നത് കാണാം. പക്ഷേ അമേരിക്കയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. 3 സോൾജേഴ്സിന് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുപോലെ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. അവരുടെ നാശനഷ്ടങ്ങളെക്കുറിച്ച് അമേരിക്ക എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നേരത്തെ ഇറാനാണെങ്കിൽ 100-ലധികം അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്ന അവകാശവാദമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ആക്രമിച്ചു എന്നുള്ള കാര്യം ഇറാൻ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അമേരിക്ക തള്ളുന്നുണ്ട്. പക്ഷേ 3 സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്ന കാര്യവും 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യവും വിശദീകരിച്ചുകൊണ്ട് അമേരിക്ക വ്യക്തമാക്കുന്നത് എന്താണ്? അതിൽ പാലോട്. അമേരിക്കയും ഇറാനും അവകാശവാദങ്ങൾ തുടരുകയാണ്. റിജിത്ത് പറഞ്ഞതുപോലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തകർത്തു എന്നുള്ളതാണ് US-ന്റെ പുതിയ അവകാശവാദം. B2 ബോംബുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഈ വിധത്തിൽ ആക്രമണം നടത്തിയതെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ടെഹ്റാനിൽ വീണ്ടും സ്ഫോടനം നടത്തിയെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ രൂപത്തിൽ ഇറാന്റെ വെബ്സൈറ്റുകളും ആപ്പുകളും ഹാക്ക് ചെയ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന് പിന്നിൽ അമേരിക്കയാണ് പ്രവർത്തിച്ചത് എന്നാണ് സൂചനകൾ ഉള്ളത്. അമേരിക്ക ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഹാക്കിംഗ് നടന്നു എന്നുള്ളതാണ്
സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും സമാനമായി സൈബർ മേഖലയിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണം തുടരുന്നു എന്നതാണ്. ഇറാനിലെ ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ മുഴുവൻ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ, അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മറുഭാഗത്താകട്ടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഓയിൽ ടാങ്കറുകൾ ആക്രമിച്ചു എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദമാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ആക്രമണം നടത്തിയത് എന്ന അവകാശവാദവുമുണ്ട്. ഏതായാലും രണ്ട് രാജ്യങ്ങളും സമാനമായി രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. അതിനൊപ്പം തന്നെ സമാധാന ശ്രമത്തിന്റെ മധ്യസ്ഥ ചർച്ചകളുടെ, സമവായ ചർച്ചകളുടെ സാധ്യതയും ഒരുങ്ങി വരികയാണ്. റീച്ച് ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ടെഹ്റാനിൽ വീണ്ടും സ്ഫോടനമുണ്ടായിരിക്കുന്നു. ടാങ്കറുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇറാൻ സൈന്യം. നേരത്തെ ഇറാൻ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.